ഹലോ, ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഗോപികയുടെ കല്യാണമായിരുന്നു. അതിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. രാവിലെ എഴുന്നേറ്റ് താടിയൊക്കെ ഷേപ്പ് ചെയ്ത് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങി. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ അന്നയും മീനും സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്നത് ഞാൻ കണ്ടു. നല്ലതുപോലെ മഴക്കാറുള്ളത് കൊണ്ട് ബാഗിനകത്ത് കുടയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ബായ് പറഞ്ഞ് ഞാൻ ഇറങ്ങി. പള്ളിയിലാണ് ഞാൻ സാധാരണ ബൈക്കൊക്കെ വെക്കാറ്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് രാവിലെ കുർബാനയും കൊടി ഉയർത്തലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അലങ്കാരമൊക്കെ നിങ്ങൾക്ക് ആ സൈഡിൽ കാണാം. ബൈക്ക് പാർക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. ഇതാണ് പനച്ചമൂടിലെ പുളിമൂട് ജംഗ്ഷൻ. ഞാൻ ഇവിടെയാണ് സാധാരണ ബസ് കയറാൻ നിൽക്കാറ്. നെയ്യാറ്റിങ്കര ബസ്സാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ യാത്രയായി. കുറേ യാത്രയ്ക്ക് ശേഷം നെയ്യാറ്റിങ്കര എത്തി. നെയ്യാറ്റിങ്കരയിൽ നിന്നും മെഡിക്കൽ കോളേജ് ബസ് കയറി പാളയത്തിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു. അങ്ങനെ പാളയം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാൻ ഇറങ്ങിയത്. പാളയത്ത് നിന്നും മ്യൂസിയത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ചർച്ച് ഇരിക്കുന്നത്. മറ്റീർ മെമ്മോറിയൽ CSC ചർച്ചിൽ വെച്ചാണ് കല്യാണം. എത്ര കണ്ടാലും മതി വരാത്ത ആർക്കിടെക്ചറുള്ള പള്ളിയാണിത്. ചർച്ചിൻ്റെ പുറത്തൊക്കെ ഞങ്ങളൊന്നും കറങ്ങി കഴിഞ്ഞിട്ടാണ് അകത്ത് കയറിയത്. അപ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പറയുന്നത് എത്തിയിരുന്നു. അടയാളമായി ഈ താലി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. ഇരുവരും ചേർന്ന് പറയണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞാണോ ഇറങ്ങാം. ഫോട്ടോ എടുത്തിട്ട് വരാം അല്ലേ? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും എന്ന് പറഞ്ഞു. അവിടെ எல்லாம் கடவுள் உங்களுக்கு கொடுத்து. God has given you His blessing. இந்த blessing இறுதி வரை நிலைத்திருக்க வேண்டும் என்றால் പള്ളിക്കകത്ത് കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഫോണിലെ ക്യാമറ ഓണാക്കിയതും സൈഡിൽ കൂടെ ഒളിച്ചോടുന്ന അഖിലിനെയും തല പൊത്തി പിടിക്കുന്ന ശ്രുതിനെയും നിങ്ങൾക്ക് കാണാം. കല്യാണത്തിന് പങ്കെടുക്കാൻ ജൂനിയേഴ്സും ഞങ്ങളുടെ ക്ലാസ്സിൽ ബാച്ച് മാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. കുറച്ച് ദൂരം നടന്നാണ് പാരിഷ് ഹാളിൽ എത്തേണ്ടത്. അവിടെയാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യൂവിൽ നിന്നാണ് ഫുഡ് കഴിക്കാനുള്ളത്. ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെജ് കറിയാണ് എടുത്തത്. അങ്ങനെ ഹാളിനകത്ത് കയറി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അത്. ഗോപികയെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും വീണ്ടും ചർച്ചിനകത്ത് കയറി. കല്യാണത്തിൻ്റെ അവസാന ഭാഗമായിരുന്നു അത്. അവിടെ വിശിഷ്ട വ്യക്തികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സൈഡിൽ കൂടെ പോയി ഗോപികയുടെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാപ്പി മാരീഡ് ലൈഫ്, ഗോപിക.